5.2 exercise 12th question എന്ന് പറയുന്നത് two APs have the same common difference. The difference between their 100th term is 100. What is the difference between the 1000th term? അപ്പോൾ രണ്ട് എ പി ഉണ്ട്. രണ്ട് എ പിയുടെയും കോമൺ ഡിഫറൻസ് സെയിം ആണ്. മാത്രമല്ല ഈ രണ്ട് എ പിയുടെയും 100th ടേമിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 100 ആണ്. അതായത് ഫസ്റ്റ് എ പിയുടെയും സെക്കൻഡ് എ പിയുടെയും 100th ടേം എടുക്കുമ്പം ആ 100th ടേം തമ്മിലുള്ള ഡിഫറൻസ് 100 ആണ്. എങ്കിൽ ഈ രണ്ട് എ പികളുടെയും 1000th ടേം എടുക്കുമ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഫസ്റ്റ് എ പിയിലെ ഫസ്റ്റ് ടേമിനെ സ്മോൾ ലെറ്റർ എ കൊണ്ടിട്ടും സെക്കൻഡ് എ പിയിലെ ഫസ്റ്റ് ടേമിനെ ക്യാപിറ്റൽ ലെറ്റർ എ വെച്ചിട്ടുമാണ് ഡിനോട്ട് ചെയ്തേക്കുന്നത്. സ്മോൾ ലെറ്റർ A1 ഫസ്റ്റ് ടേം, ക്യാപിറ്റൽ ലെറ്റർ A1 ഫസ്റ്റ് ടേം, അങ്ങനെ. അപ്പം ഫസ്റ്റ് എ പിയുടെ സീക്വൻസ് എങ്ങനെ പോകും? സ്മോൾ A1, സ്മോൾ A2, സ്മോൾ A3, അങ്ങനെ. സെക്കൻഡ് എ പിയുടെ ടേംസ് പോകുന്നത് ക്യാപിറ്റൽ A1, ക്യാപിറ്റൽ A2 എക്സെട്ര, അങ്ങനെ പോകും. A1, A2, A3, etc., A100, etc., A100, A101, 102, etc., A1000 വരെ നമ്മൾ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് സ്മോൾ A100ഉം ക്യാപിറ്റൽ A100ഉം എന്താണ്, അതിൻ്റെ തമ്മിലുള്ള ആ രണ്ട് ടൈമിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് 100 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് A1000 മൈനസ് ക്യാപിറ്റൽ A1000 കാണുമ്പോൾ ആ ഒരു ഡിഫറൻസ് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ A100നെ എങ്ങനെ എഴുതാം? നമുക്ക് ജനറലായിട്ട് A100 ഈക്വൽ ടു A പ്ലസ് 99 എന്ന് എഴുതി കൂടെ? ഏത് വെച്ചിട്ട് എഴുതുന്നത്? നമ്മുടെ ജനറൽ ഫോം ആയിട്ടുള്ള A ഈക്വൽ ടു A പ്ലസ് n-1 ഇൻറ്റു D ഫോം വെച്ചിട്ട് A100 ഈക്വൽ ടു A പ്ലസ് സ്മോൾ A പ്ലസ് 99D എന്നും ക്യാപിറ്റൽ A100 എന്ന് പറയുന്നത് ക്യാപിറ്റൽ A പ്ലസ് 99D എന്നും എഴുതാം. ഇനി ഇവിടെ രണ്ടിടത്തും D സെയിം ആണ്, അതുകൊണ്ടാണ് സ്മോൾ D അങ്ങ് കൊടുത്തിരുന്നത്. കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കോമൺ ഡിഫറൻസ് എന്താണ്, ഈ രണ്ട് സീക്വൻസിൻ്റെയും സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് A100ൻ്റെയും ക്യാപിറ്റൽ A100ൻ്റെയും വാല്യൂസ്. അപ്പോൾ നമുക്ക് A പ്ലസ് 99D മൈനസ് ക്യാപിറ്റൽ A മൈനസ് 99D ഈക്വൽ ടു 100 എന്ന് വരും. ഇനി സ്മോൾ A മൈനസ് ക്യാപിറ്റൽ A അത് കട്ടായി പോകത്തില്ല, കാരണം സെയിം വാല്യൂ അല്ല. ഫസ്റ്റ് ടൈം രണ്ട് എ പിയുടെയും സെയിം ആണെന്ന് തന്നിട്ടില്ലല്ലോ. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി, സ്മോൾ A മൈനസ് ക്യാപിറ്റൽ A ഈക്വൽ ടു 100. അപ്പോൾ ആ രണ്ട് സീക്വൻസിൻ്റെയും ഫസ്റ്റ് ടൈം തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് കിട്ടി? 100 ആണെന്ന് കിട്ടി. അതേപോലെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു 100th ടേം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന്, 100 ആണെന്ന്. ഇനി നമ്മൾ 1000th ടേം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പോകാം. അപ്പം A1000ന് പകരം എന്ത് കൊടുക്കാം? A പ്ലസ് 999D എന്ന് കൊടുക്കാം. അപ്പോൾ കൊടുത്തിട്ട് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സ്മോൾ A മൈനസ് ക്യാപിറ്റൽ A 999D ക്യാൻസലായി പോകുന്നു. അപ്പോൾ സ്മോൾ A മൈനസ് ക്യാപിറ്റൽ A എന്ന് പറയുന്നത് എന്താ? ഓൾറെഡി 100 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ A1000 മൈനസ് ക്യാപിറ്റൽ A1000 എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? 100 ആണെന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു രണ്ട് സീക്വൻസിലെയും ഫസ്റ്റ് ടേമിൻ്റെ ഡിഫറൻസും 100 ആണ്, 100th ടേമിൻ്റെ ഡിഫറൻസും 100 ആണ്, 1000th ടേമിൻ്റെ ഡിഫറൻസും 100 ആണെന്ന് കിട്ടി. തേർട്ടീൻത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 7? അതായത് 7 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്ക് കണ്ടെത്തണം. അതായത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ടുള്ളത്. അതായത് ഏത് 3 ഡിജിറ്റ് നമ്പർ എടുക്കുമ്പോഴാണോ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ 0 വരുന്നത്, അങ്ങനെയുള്ള എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ടെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾ 3 ഡിജിറ്റ് നമ്പർ എവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 100 തൊട്ട് 999 വരെയാണ് 3 ഡിജിറ്റ് നമ്പേഴ്സ് അല്ലേ? ഇനി ഈ 3 ഡിജിറ്റ് നമ്പർ എല്ലാം 7 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ? അല്ല. നമ്മുടെ ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ആയിട്ടുള്ള 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് 0 റിമൈൻഡർ കിട്ടത്തില്ല. എത്ര റിമൈൻഡർ കിട്ടുന്നത്? 2 റിമൈൻഡർ വരും. അപ്പോൾ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല. ഇനി അടുത്ത നമ്പർ ചെക്ക് ചെയ്യുകയാണ്. 101 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് 3 ആണ് റിമൈൻഡർ കിട്ടിയത്. അപ്പോൾ അതും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല. അടുത്ത നമ്പർ 102 ചെക്ക് ചെയ്യുമ്പം അവിടെ 4 വരും റിമൈൻഡർ. 103 ചെക്ക് ചെയ്യുമ്പോഴും 5 വരും റിമൈൻഡറായിട്ട്. അടുത്തത് 104 ആണ്. 104 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം
നമുക്ക് 34, 4 into 7 28, റിമൈൻഡർ 6 വരും. ഇനി 105 എന്ന് പറയുമ്പം 3, 5, 5 into 7 35. അപ്പോൾ റിമൈൻഡർ എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോൾ 3 digit നമ്പർ അല്ലെങ്കിൽ ലീസ്റ്റ് 3 digit നമ്പർ വിച്ച് ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 7 അതെന്ന് പറയുന്നത് ഏതാണ്? 105 ആണ്. ഇനി നമുക്ക് ലാർജസ്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ലാർജസ്റ്റ് 999 എൻഡ് ചെയ്യുന്ന 3 digit നമ്പർ. അതുകൊണ്ട് അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ റിമൈൻഡർ 0 കിട്ടത്തില്ല. റിമൈൻഡർ 5 ആണ് കിട്ടുന്നത്. ഇനി 5 അല്ലേ ഡിഫറൻസ്, 5 ആണ് റിമൈൻഡർ വന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നോക്കുമ്പോൾ 994 ആണ്. പിന്നീട് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് നോക്കുമ്പോൾ കിട്ടാൻ സാധ്യതയുള്ള നമ്പർ. അപ്പോൾ നമ്മളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 994 ആണോ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം കംപ്ലീറ്റ്ലി ഡിവിസിബിൾ എന്ന്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 994 എന്താ? റിമൈൻഡർ 0 വരുന്നുണ്ട്. അപ്പം ഏറ്റവും വലിയ 3 digit നമ്പർ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 7 എന്ന് പറയുന്നത് എന്താ? 994 ആണ്. അപ്പോൾ നമുക്ക് സീക്വൻസ് ഈസി ആയിട്ട് കിട്ടിയില്ലേ? 105 തുടങ്ങിയിട്ട് ഇനി ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താ? 7 ആയിരിക്കും. കാരണം നമ്മുടെ ഡിവിസിബിൾ ആവേണ്ട നമ്പർ 7 ആണ്. അതുകൊണ്ട് 7 ആയിരിക്കും ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. അപ്പോൾ 7 ആഡ് ചെയ്ത് എവിടെ എൻഡ് ചെയ്യുന്നത്? 994 എൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു AP കിട്ടി അല്ലേ? 105, 112 എക്സെട്ര അപ് ടു 994. അതാണ് ഒരു 3 digit നമ്പറിൻ്റെ സീക്വൻസ്. എങ്ങനെയുള്ള 3 digit നമ്പറിനെ? 7 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ടുള്ള 3 digit നമ്പറിൻ്റെ സീക്വൻസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് സീക്വൻസ് അല്ല കണ്ടെത്തേണ്ടത്, എത്ര 3 digit നമ്പർ ഉണ്ടെന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ എന്താ കണ്ടെത്തേണ്ടത്? n ആണ് കണ്ടെത്തേണ്ടത്. നമ്പർ ഓഫ് ടേംസ് ആണ് കണ്ടെത്തേണ്ടത്. an = a + n - 1 × d ൻ്റെ അകത്തിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ? an ന് വരെ 994. അതായത് 994 എത്രാമത്തെ ടേമാണെന്ന് കിട്ടിയാൽ ആ സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ടെന്ന് കണ്ടെത്തിക്കൂടെ? അപ്പോൾ എ എന്ന് പറയുന്നത് 105 ആണ് ഫസ്റ്റ് ടേം. കോമൺ ഡിഫറൻസ് 7 ആണ്. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ n എന്ന് പറയുന്നത് 896 ഡിവൈഡ് ബൈ 7 വിച്ച് ഈസ് ഇക്വൽ ടു 128 എന്ന് കിട്ടും. അപ്പോൾ 994 എന്ന് പറയുന്നത് ആ സീക്വൻസിൽ 128th ടേമാണ്. അപ്പം ആ സീക്വൻസ് എങ്ങനെയുള്ള സീക്വൻസ് ആയിരുന്നു? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്ര 3 digit നമ്പർ ഉണ്ട് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? 7 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള 128 ഡിജിറ്റ്സ് 3 digit നമ്പറുകൾ ഉണ്ട് ആകെ. അപ്പോൾ there are 128 3 digit numbers which are completely divisible by 7. അടുത്ത 14th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി മൾട്ടിപ്പിൾസ് ഓഫ് 4 ലൈ ബിറ്റ്വീൻ 10 and 250. അപ്പം 10നും 250നും ഇടയ്ക്ക് എത്ര 4ൻ്റെ മൾട്ടിപ്പിളുകൾ ഉണ്ടെന്നാണ് നമുക്ക് കണ്ടെത്താൻ. അപ്പം എത്ര എന്ന് പറയുമ്പോൾ എന്താ? നമ്പർ ഓഫ്. അപ്പോൾ n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി 4നും 10നും 250നും ഇടയ്ക്കാണെന്നാണ് തന്നിരിക്കുന്നത്. നേരത്തെ ക്വസ്റ്റ്യനിൽ എങ്ങനെയായിരുന്നു? 3 digit നമ്പർ എന്നങ്ങ് പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പോൾ നമ്മളെന്താ നേരത്തെ ക്വസ്റ്റ്യനെ കണ്ടുപിടിച്ചേ? 100നും 999നും ഇടയ്ക്കുള്ളത്. ഇനി ഇവിടെ 10നും 250നും ഇടയ്ക്കെന്ന് പറഞ്ഞു. നമുക്ക് കോമൺ ഡിഫറൻസ് 4 ആണെന്ന് എഴുതാം, കാരണം മൾട്ടിപ്പിൾ ഓഫ് 4 ആയതുകൊണ്ട്. ഇനി ഏറ്റവും ചെറിയ 2 digit നമ്പർ ഏതാ? അതായത് 10 കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ 12 ആണ് ഫസ്റ്റ് ടേം. സെക്കൻഡ് എന്ന് പറയുന്നത് എങ്ങനെയാ 16 വന്നത്? 4 ആഡ് ചെയ്യും. അപ്പോൾ 4 ആഡ് ചെയ്ത് പോകുന്ന ഒരു സീക്വൻസ് ആണ്. ഇനി ലാസ്റ്റ് ടൈം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 250 ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ 4 കൊണ്ട് ഡിവിസിബിൾ അല്ല. അടുത്തത് 249നും 4 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല. 248 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അപ്പോൾ നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? 12, 16 എക്സെട്ര 248 എന്ന് വരും. ഇനി നമുക്ക് n അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ an എന്ന് പറയുന്നത് 248 ഇട്ട് കൊടുക്കുന്നു. കാരണം 248 എന്ന് പറയുന്നത് എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിച്ചാൽ ആകെ എത്ര മൾട്ടിപ്പിൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ 248 = a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 12 ആണ്. n - 1 × d. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുക്കുന്നു. നെക്സ്റ്റ് 248 = 12 + n - 1 × d എന്ന് പറയുന്നത് എന്താ? 4 ആണ്. 248 - 12 = 4n - 4 എന്ന് വരും. (236 = 4n - 4). അവിടുന്ന് 236 + 4 = 4n and 4n is equal to 240, where n = 240 divided by 4 which is equal to 60. അപ്പോൾ n എന്ന് പറയുന്നത് 60 കിട്ടി. അതായത് 248 എന്ന് പറയുന്നത് 60ാമത്തെ ടേമാണ്. മാത്രമല്ല 10നും 250ക്കും ഇടയ്ക്ക് ആകെ 4 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള 60 ടേംസ് ഉണ്ട്. Therefore 60 multiples of 4 lie between 10 and 240.